നടിയെ ആക്രമിച്ച കേസിൽ മുൻ DGP ആർ ശ്രീലേഖയ്ക്കെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകിയിരിക്കുകയാണ് അതിജീവിത. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസിന്റെ കൂടുതൽ ചർച്ചകളും വെളിപ്പെടുത്തലുകളും പാടില്ല എന്നിരിക്കെയാണ് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് ശ്രീലേഖ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. കേസിലെ 8ാം പ്രതിയും നടനുമായ ദിലീപിനെതിരെ തെളിവില്ല എന്ന ശ്രീലേഖയുടെ പ്രസ്താവനയ്ക്കെതിരെ അതിജീവിത കോടതിയലക്ഷ്യ ഹർജി നൽകിയിരിക്കുകയാണ്. പോലീസ് കള്ളത്തെളിവുകൾ ഉണ്ടാക്കി എന്നായിരുന്നു ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ശ്രീലേഖ പറഞ്ഞത്. ഇതിനെതിരെയാണ് അതിജീവിതയുടെ പരാതി. വിചാരണ കോടതിയിലാണ് അതിജീവിത ഹർജി നൽകിയിരിക്കുന്നത്. കേസിൽ ദിലീപ് നിരപരാധിയാണ് എന്നും നടനെതിരെ തെളിവുകൾ കെട്ടിച്ചമച്ചതാണ് എന്നുമാണ് ശ്രീലേഖ പറയുന്നത്. ദിലീപ് നിരപരാധിയാണ് എന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ടെന്നും ഈ കേസ് തീരാൻ പോകുന്നില്ലെന്നും അഭിമുഖത്തിൽ ശ്രീലേഖ പറഞ്ഞു. ദിലീപിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് നേരിട്ട് കാര്യം ബോധിപ്പിച്ചിരുന്നു എന്നാണ് ശ്രീലേഖ പറയുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അതിജീവിത ഹർജി നൽകുന്നത്. നേരത്തെയും ദിലീപിനെ അനുകൂലിച്ചതിന് ഏറെ പഴികേട്ട പോലീസുകാരിയാണ് ഇവർ. എന്നാൽ തന്റെ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും ദിലീപ് ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്നും ഉറപ്പിച്ചു പറയുകയാണ് ശ്രീലേഖ. ദിലീപിനെ അവശനിലയിൽ കാണുന്നതുവരെ താൻ അവർക്കൊപ്പമാണ് നിന്നത്. എന്നാൽ കേസിനെ കുറിച്ച് പഠിച്ചു, അന്വേഷിച്ചു, പലതും ബോധ്യമായതോടെയാണ് തനിക്ക് ദിലീപ് നിരപരാധിയാണ് എന്ന കാര്യം മനസ്സിലായത്. ഒരു DGP തന്നെയാണ് ദിലീപിനെതിരെ നമ്മൾ തെളിവുകൾ ഉണ്ടാക്കി എന്ന കാര്യം വ്യക്തമാക്കിയത്. അവിശ്വസനീയമായിരുന്നു അത്. മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ഇത് ബോധിപ്പിച്ചു. താൻ പറയുന്നത് ശരിയാണെന്ന് അവർക്ക് അറിയാമായിരുന്നിട്ടും അവരത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ദിലീപ് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന ഉത്തമ ബോധ്യം തനിക്കുണ്ട്. താൻ നേരിട്ട് അന്വേഷിച്ചും ചോദിച്ചും കണ്ടെത്തിയ വസ്തുതകളും അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. ഈ കേസ് തീരാൻ പോകുന്നില്ല. ഇപ്പോൾ 4 വർഷമായില്ലേ. ഇത് തീർന്നാൽ ചീട്ടുകൊട്ടാരം പോലെ കെട്ടി ഉയർത്തിയതൊക്കെ നിലംപൊത്തും. പലരെയും അത് ബാധിക്കും. അതിന്റെ പുറകിലുള്ള ആൾക്കാർ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത് എന്ന് തനിക്ക് നന്നായി അറിയാം. പക്ഷെ തനിക്ക് ഇത് പുറത്തു പറയാൻ കഴിയില്ല. കാരണം താൻ അന്വേഷണ സംഘത്തിന്റെ ഭാഗമല്ല. താൻ വീഡിയോ എടുത്തപ്പോഴും ശ്രീലേഖയെ ഉടനെ അറസ്റ്റ് ചെയ്യും, ദിലീപിന്റെ കേസിൽ പ്രതിയാകും എന്നൊക്കെയായിരുന്നു ചില മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്തായി? അറസ്റ്റിലായോ? നടപടി സ്വീകരിച്ചോ എന്നുമാണ് ശ്രീലേഖ ചോദിച്ചത്. നടിയെ ആക്രമിച്ച കേസിലെ അന്തിമവാദം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്നലെ ആരംഭിക്കുന്നതിന് മുൻപാണ് അതിജീവിതയുടെ ഈ നിർണായക നീക്കം. പ്രോസിക്യൂഷൻ വാദമാണ് ആദ്യം ആരംഭിച്ചത്. 2 ആഴ്ച കഴിഞ്ഞാൽ പ്രതിഭാഗത്തിന്റെ വാദവും ആരംഭിക്കും. ജനുവരി മധ്യത്തോടെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി കേസ് വിധി പറയാൻ മാറ്റിവെക്കും. കേസിലെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചിട്ടുണ്ട്. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് നടി ചൂണ്ടിക്കാണിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ടിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല എന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് അതിജീവിത ഉന്നയിക്കുന്ന ആവശ്യം. 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുന്നത്. കേരളത്തെ ആകെ പിടിച്ചുലുക്കിയ ഒരു സംഭവമായിരുന്നു ഇത്. മലയാള സിനിമയിലെ പല കുറ്റകരമായ പ്രവണതകളിലേക്കും വെളിച്ചം വീശുന്ന നിരവധി ചർച്ചകൾക്ക് ഇത് തുടക്കമിട്ടു. WCC, ഹേമ കമ്മിറ്റി തുടങ്ങിയവയുടെ രൂപീകരണത്തിലേക്കും സംഭവം കാരണമായി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ഉൾപ്പെടെ 9 പ്രതികളാണുള്ളത്. കേസിൽ ദിലീപ് 84 ദിവസത്തോളം ജയിലിൽ കിടക്കുകയും ചെയ്തു. ബലാത്സംഗ ഗൂഢാലോചന കേസിലാണ് ദിലീപ് പ്രതി ചേർക്കപ്പെട്ടത്. കൊട്ടേഷന്റെ ഭാഗമായി കുറ്റകൃത്യം നടപ്പാക്കിയ പൾസർ സുനിയാണ് 1ാം പ്രതി.